ഹലോ, ഞാൻ ജിസ്. ഇത് വൈഫ് അഞ്ജന. ഇത് ഞങ്ങളുടെ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത വീടാണ്. നമുക്ക് ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത് നിൽക്കുന്ന വിയാക് ഡെവലപ്പേഴ്സാണ്. അപ്പം ഞങ്ങളൊരു വീട് പണിയണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തപ്പം എല്ലാവരെയും പോലെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കൂടെയാണ്. നമ്മുടെ ഈ വീട് വിയാർക്ക് നമുക്കൊരു ടേൺകീ പ്രൊജക്റ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് എൻഡ് ടു എൻഡ് വർക്ക് അവർ തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ വേറൊരു തേർഡ് പാർട്ടീസിനെയും ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഡിസൈനിങ് പാർട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അവർ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം വളരെ നന്നായിട്ട് കൺസീവ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ നമുക്കെല്ലാം റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്കൊരു പ്ലാൻ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ സാധിച്ചു. അതിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇന്റീരിയറിന്റെ ഒരു ഫൈനൽ ഔട്ട്കം ചെയ്തു വന്നപ്പം 3D കണ്ടതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഫർണിച്ചേഴ്സ് ആണെങ്കിലും കട്ടൻസ് ആണെങ്കിലും ടെക്സ്ചർ വർക്ക് ആണെങ്കിലും എല്ലാത്തിനും ഒരു തീം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കളർ പാറ്റേണിൽ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ വിയാർക്കിൻ്റെ സജഷൻ പ്രകാരം ഞങ്ങളിതിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ ഒരു ഫൈനൽ ഔട്ട്കം കാണുമ്പോൾ വളരെ ഹാപ്പിയാണ്. നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് 1 year and 1 month സമയം എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പീരീഡിൽ വളരെ റെഗുലറായിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വിയാർക്കിൻ്റെ ടീമുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ വിയാർക്കിൻ്റെ ടീം എപ്പോഴും നമുക്ക് അപ്രോച്ചബിൾ ആയിരുന്നു. മെയിൻ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ലിൻസൺ മുതൽ അൻവർ വരെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എക്സിക്യൂഷൻ ഫേസിൽ ഒരുപക്ഷെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരു ആളായിരുന്നു. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ വളരെ പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ ചില കേസിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് അത് അൻവറിനോട് പറയുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി അൻവർ അതിനകത്ത് പറയുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി അൻവർ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർ ക്വാളിറ്റി വളരെ നല്ല രീതിയിൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്പും അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവർ നമുക്കൊരു ഷെഡ്യൂള് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഷെഡ്യൂൾ അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതും പറഞ്ഞാലും നമ്മുടെ സിവിൽ വർക്ക്സ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് അധികം ഇൻവോൾവ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കൂടുതലും സ്ട്രക്ചറൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെ ടേക്ക് കെയർ ചെയ്തായിരുന്നു. പിന്നെ ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടി എന്താ പറയുക ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ സെക്ഷൻ തുടങ്ങിയിട്ടായിരുന്നു. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് കളർ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണേലും ഫർണിച്ചർ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണേലും അങ്ങനെ പലവിധ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിത് ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ വിയാർക്കിൻ്റെ സജഷൻസ് എന്താണെന്ന് നമ്മൾ ചോദിക്കുകയും അവർ പറയുന്ന സജഷൻസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പം അവർ സെലക്ഷൻസും എല്ലാം വളരെ ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഓവറോൾ പ്രൊജക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര രീതിയിൽ എലിവേറ്റഡ് ആയിട്ടുണ്ട്. ഈ വർക്കിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലുള്ള കുറച്ച് പിക്സ്, അതായത് ഫർണിച്ചേഴ്സ് എല്ലാം അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞുള്ള കുറച്ച് പിക്സ് ഞങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുത്തപ്പം അവരെല്ലാം ഞങ്ങളോട് ചോദിച്ചു ഇത് ഒരു 3D ഇമേജ് ആണോ അതോ റിയൽ ഇമേജ് ആണോ എന്ന്. അപ്പം നമ്മുടെ വർക്കിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ വിയാർക്കിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അവരുടെ ഒരു ക്വാളിറ്റിയും ഫിനിഷുമാണ്. അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സ്, അതായത് ക്വാളിറ്റിയും ഫിനിഷും അവരൊരിക്കലും അത് കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല. അപ്പം ചിലപ്പോൾ നമ്മുടെ ഫിനിഷിങ് സ്റ്റേജിലൊക്കെ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് തന്നെ അവരത് റീവർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പം നമ്മൾ വിചാരിക്കും വീണ്ടും എന്തിനാണ് ഇത് റീവർക്ക് ചെയ്യുന്നത്, ഇതിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ തന്നെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഔട്ട്കം ഫൈനൽ റിസൾട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഒരു ചെറിയ കറക്ഷൻസ്, അതായത് ചിലപ്പം ഒരു സാധാരണ ഒരാളെ നോക്കിയാൽ പെട്ടെന്ന് അയാളുടെ കണ്ണിപ്പെടുന്ന ഒരു സംഭവം ആയിരിക്കത്തില്ല. പക്ഷേ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പക്ക ഫിനിഷിലേക്ക് വരുത്താൻ വേണ്ടി അവരുള്ള എഫേർട്ട് വളരെയധികം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് കണ്ടവരെല്ലാം വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അതിൽ തന്നെ നമുക്ക് ഒത്തിരി പേരുടെ നല്ല ഒപ്പീനിയനായിട്ട് വന്നേക്കുന്ന ഒന്നാമത്തെ കാര്യം സ്പേസ് യൂട്ടിലൈസേഷനാണ്. നമുക്ക് ഉള്ള സ്പേസ് ഏറ്റവും എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലാനിങ്ങിൽ വന്നേക്കുന്ന ഒരു നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഒരു എലമെൻ്റാണ്. അത് നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിലിരിക്കുമ്പം പകല് ഒരൊറ്റ ലൈറ്റ് പോലും ഇടേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള ലൈറ്റിങ് നമുക്ക് അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു 10K പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ എസ്പെഷ്യലി ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ
ഈ ഒത്തിരി തേർഡ് പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലെത്തുമ്പം ഒത്തിരി കോർഡിനേഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പം ആ സ്റ്റേജിലൊന്നും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വിആർക്ക് തന്നെ എല്ലാ തേർഡ് പാർട്ടീസിനെയും മാനേജ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വറീഡാവേണ്ടി വന്നിട്ടില്ല. ഓവറോൾ ബ്യൂട്ടിക്ക് അല്ലെങ്കിൽ ഓവറോൾ ഫിനിഷിന് വേണ്ടിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിപ്പം മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റിസൾട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിൽ ഞങ്ങൾ കാണുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി കോർണർ ഇപ്പം അതിപ്പം മൾട്ടിപ്പിൾ വെൻഡേഴ്സിൻ്റെ ആണെങ്കിലും അവർ തമ്മിലൊരു കോർഡിനേഷൻ വരുത്തി അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്ന രീതിയിൽ അത് ചെയ്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ നമ്മളുണ്ട്, പിന്നെ വിആർക്കിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അവരുടെ ഡിസൈനിങ് ഫേസ് മുതലുള്ള മൾട്ടിപ്പിൾ ടീംസ് ഉണ്ട്. ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ്റെയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിൻ്റെയും അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഈ പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ചീഫ് ആർക്കിടെക്റ്റായ ലിൻസൻ്റെ ഹെൽപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി എപ്പോഴും അപ്രോച്ചബിൾ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലിൻസനെ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാതെ തന്നെ വിആർക്കിൻ്റെ ടീം തന്നെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിരുന്നു. നമുക്കിപ്പം ഡെയിലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ അൻവർ അതെല്ലാം ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. പിന്നെ സ്ട്രക്ചറൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഭാഷോ അങ്ങനെ ആരെങ്കിലും നമുക്ക് സജഷൻസും ക്ലാരിഫിക്കേഷൻസും എല്ലാം തരാനുണ്ടായിരുന്നു. പിന്നെ ലിൻസൺ സത്യം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലാണെന്നെങ്കിലും അവസാനം ഫിനിഷിങ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങളിൽ പുള്ളിയുടെ സജഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ വാൾ ടെക്സ്ചറിൻ്റെ കളർ ചൂസ് ചെയ്യേണ്ടി വന്നപ്പോഴും അല്ലെങ്കിൽ തന്നെ വാൾ ഡെക്കർ ഒക്കെ ചൂസ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് നമുക്ക് പുള്ളിനെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യിക്കേണ്ടി വന്നത്. അപ്പോഴെല്ലാം പുള്ളി ഓരോ സജഷൻസ് തരികയും അതെല്ലാം ചെയ്തു വന്നപ്പം ഓവറോൾ അതും വളരെ മനോഹരമാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ അൻവറിൻ്റെ കാര്യമാണ്. അപ്പം ഒരുപക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു ഫേസ് എന്ന് പറഞ്ഞത് അൻവറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരുന്ന അൻവറിനോടായിരുന്നു. അപ്പോൾ എനിക്കാണ് ഒരു വർഷത്തിനുള്ളിൽ ഇന്നും കണ്ടമാനം ഡൗട്ട്സും സംശയങ്ങളും ക്വയറീസും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞത് അൻവറായിരുന്നു. അപ്പോൾ അൻവർ അത് വളരെ നല്ല രീതിയിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്യും. ഇപ്പം പുള്ളിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുള്ളി ഹയർ അതോറിറ്റീസുമായിട്ട് സംസാരിച്ച് പ്രഭാഷനോടോ ലിൻസനോടോ സംസാരിച്ച് അതെല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അൻവറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ജേർണിയിൽ. അതുപോലെ നമ്മുടെ ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് കണ്ടതും ഇപ്പം നേരിട്ട് കണ്ടവരും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടവരും എല്ലാവരുടെയും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എല്ലാം കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡുമാണ്. വിആർക്കിനെ ചൂസ് ചെയ്ത് നമ്മുടെ ഒരു കറക്റ്റ് ഡിസിഷനായിട്ട് നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ടീം വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. നമ്മുടെ ഈ ത്രൂ ഔട്ട് ജേർണിയിൽ വിആർക്കിൻ്റെ ടീമെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ വർക്ക് ഇത്രയും മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ എത്താൻ സഹായിച്ച വിആർക്കിൻ്റെ എല്ലാ ടീമിനും ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ്.